വിജയുടെ നമസ്കാരം. നടൻ വിജയുടെ ഫാൻസിന് ചാകരയായി കഴിഞ്ഞു. നടൻ വിജയുടെ പാർട്ടിയുടെ പതാക ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കൂടെ ഒരു പ്രതിജ്ഞയും പുറത്തിറങ്ങിയിട്ടുണ്ട്. വളരെ വലിയ മാനങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്നും വിജയുടെ പാർട്ടി കൂടെ അവിടെ യുദ്ധത്തിനായിട്ട് എത്തുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു സ്ഥലത്ത് ബി ജെ പി, ഒരു സ്ഥലത്ത് വിജയുടെ പാർട്ടി, ഒരു സ്ഥലത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന AADMK എന്ന് പറഞ്ഞ പാർട്ടി. അങ്ങനെ വിജയുടെ പാർട്ടി കൂടെ അതിലേക്ക് വരുമ്പോൾ വിജയ് അവിടെ വാഴുമോ വീഴുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. എന്തായാലും പാർട്ടി പതാക പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രതിജ്ഞ ഞാനൊന്ന് ചൊല്ലാം. പ്രതിജ്ഞയിൽ രാജ്യത്തിന്റെ ഒരു ദേശീയ ബോധമൊക്കെ ഉണർത്തുന്ന രീതിയിൽ സൈനികർക്കടക്കം പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് പ്രതിജ്ഞ. നമ്മുടെ രാജ്യത്തിന്റെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ണിലെ നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കും. ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഇല്ലാതാക്കും. ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും എല്ലാവർക്കും തുല്യ അവസരങ്ങൾക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കും. എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാണ് വിജയുടെ പാർട്ടി പ്രതിജ്ഞ. എല്ലാത്തിലും തമിഴ് 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 എന്ന് പറയുന്ന വികാരമാണ് വിജയിയുടെ പാർട്ടിയിൽ ഉയർന്നു നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തമിഴ് മണ്ണിന്റെ വിമോചനത്തിനായി പ്രവർത്തിക്കുന്ന സൈനികർക്ക് വേണ്ടിയിട്ടാണ് വിജയ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന രീതിയിലാണ് പാർട്ടിയിലെ ഇത്തരത്തിൽ പ്രതിജ്ഞ തന്നെ വന്നിരിക്കുന്നത്. വിജയുടെ പാർട്ടി കൊടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിജയുടെ അടുത്ത വരുന്ന സിനിമയായിട്ടുള്ള ഗോട്ട്, സെപ്റ്റംബർ 5 റിലീസാകുന്ന ഗോട്ട് എന്ന് പറയുന്ന സിനിമയിൽ ഈ പാർട്ടി പതാക എല്ലാ തിയേറ്ററുകളിലും ഉയർത്തും. തമിഴ്നാട്ടിൽ 1500 തിയേറ്ററുകൾ ഉണ്ടെങ്കിൽ 1500 തിയേറ്ററുകളിലും വിപുലമായ രീതിയിൽ ആ സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഗ്രാൻഡ് റിലീസാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ മാർക്കറ്റിങ്ങിനായി പാർട്ടി പതാക ഉയർത്താനുള്ള ശ്രമമാണ് വിജയ് നടത്തുന്നത്. അപ്പോ പൊളിറ്റിക്കൽ ആ ഒരു എൻട്രി വിജയ് ഗ്രാൻഡ് ആക്കാൻ തന്നെ പോവുകയാണ് എന്നാണ് അറിയാനായിട്ടും സാധിക്കുന്നത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കമുള്ള വിജയ് ഫാൻസിന്റെ 30,000-3000-ഓളം പേർ വിജയുടെ പാർട്ടി പതാക അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചുവന്ന കൊടിക്ക് നടുക്ക് മഞ്ഞ നിറം, മഞ്ഞ നിറത്തിന് അപ്പുറവും ഇപ്പുറവും 2 ആനകൾ, ആനകളുടെ നടുക്ക് വാഗപ്പൂവ്. എന്താണ് ഈ പാർട്ടി പതാക സൂചിപ്പിക്കുന്നത്? വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ ശോഭിക്കുമോ? DMKയും BJPയുടെയും ഗതി ഇനി അവിടെ എന്താകും? തളപതി തലൈവറായി മാറുമോ? അല്ല, ഇന്ന് ഈ വാർത്തയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളൊരു വാർത്ത തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ വരുന്നുണ്ട്. അത് സ്റ്റാലിൻ അവരുടെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയാണ്. അതിനകത്ത് എന്ത് പുതുമാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഉദയനിധി സ്റ്റാലിൻ, അതായത് സ്റ്റാലിന്റെ മകൻ ഉദയനിധി ഉപമുഖ്യമന്ത്രിയായിട്ട് വരും എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രാധാന്യം. കാരണം സ്റ്റാലിൻ കുറെ നാളായിട്ടത് അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ തമിഴ്നാട് രാഷ്ട്രീയം ഒരു യുവത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം DMK നയിക്കാനായിട്ട് ഉദയനിധി സ്റ്റാലിൻ എത്തുന്നു, BJPയുടേത് അണ്ണാമല എത്തുന്നു, ഇപ്പൊ വിജയോട് എത്തുമ്പോഴത്തേനും അടിമുടി യങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് തമിഴ്നാട് മാറുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഇത്രയും യുവാക്കളായിട്ടുള്ള ലീഡർമാർ ഒരുപാടുണ്ടാകും. പക്ഷെ ഒരു പാർട്ടിയെ നയിക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിലുള്ള അത് വളരെ കുറവാണെന്നല്ല ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകക്ഷിയായ സ്റ്റാലിൻ ഇപ്പോൾ ഈ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രി ആക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല മുഖ്യമന്ത്രി ആകുകയാണ് അധികം വൈകാതെ തന്നെ. കാരണം സ്റ്റാലിന് അനാരോഗ്യം വലിയൊരു പ്രശ്നമാണ് അതിൽ. അങ്ങനെ വരുമ്പോൾ അണ്ണാമല ആണ് അവിടുത്തെ BJPയുടെ ഇപ്പൊ ശരിക്കും ഇവിടുത്തെ ഒരു പ്രതിപക്ഷമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഈ വിജയ് പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിജയുടെ പാർട്ടി അതിന്റെ പെർഫോമൻസ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്നാൽ പോലും ഈ പാർട്ടി ഏറ്റവും കൂടുതൽ കടന്നു കയറുന്നത് DMKയുടെ കോട്ടകളിലാണ്. അതിന് കാരണം ഈ വിജയിയുടെ ആരാധകർ ഒരു വലിയ വിഭാഗം ഈ DMKയുടെ പ്രവർത്തകർ. എന്നാൽ അവരുടെ നേതാവ് ഉദയനിധി സ്റ്റാലിൻ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വലിയ ആരാധകരൊന്നുമില്ല. ഈ വിജയ്ക്ക് തന്നെയാണ് ആരാധകരുള്ളത്. അപ്പം ആ ആരാധകർ, അത് ഈ പൊളിറ്റിക്കൽ ലൈൻ ഒരുപോലെയാണ്. കാരണം വിജയും ഈ തൊഴിലാളി വർഗം അല്ലെങ്കിൽ ആ ഒരു താഴെത്തട്ട് ആ ഒരു ലൈനിലാണ് പോകുന്നത്. തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയം അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും ആ ഒരു ലൈനിൽ പോകുന്നത് കൊണ്ട് തന്നെ DMKയുടെ പൊളിറ്റിക്സും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇറക്കിയ കൊടിയിടതിലും ഒരു കൗതുകം കാണാനുണ്ട്. കാരണം ഏകദേശമൊക്കെ DMKയുടെ കൊടിയുമായി ഒരുപാട് സാമ്യതകൾ ആ കൊടിക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, കാരണം ഉദയ സൂര്യന്റെ ആ ഒരു എംബ്ലത്തിന് സമാനമായിക്കൊണ്ടാണ് നടുക്കൊരു ഗോളമാണ്. ആ ഗോളത്തിലാണ് ഈ വാഗപ്പൂ എഴുതിയിരിക്കുന്നത്. ഗോളവും സൂര്യനും. വിജയുടെ അച്ഛൻ ഒരു അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ ചേട്ടാ. അപ്പൊ ഈ ചുവന്ന കൊടി, വിജയ് പണ്ട് മുതലേ ചുവപ്പിനോട് പ്രിയമുള്ള ഒരാളാണ്. വിജയുടെ പല സിനിമകളിലും നമുക്കത് കാണാനും സാധിക്കും. കാരണം കമ്മ്യൂണിസത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു നടനാണ് വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിജയുടെ പാർട്ടിയുടെ ഒരു സ്വഭാവം എന്ന് നമുക്ക് പറയാനായിട്ട് ഇപ്പൊ നിർണ്ണയിക്കാനായിട്ട് സാധിക്കുമോ? സമത്വം, സാഹോദര്യം, സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തമിഴ് മണ്ണിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ അതിഭീകരമായിട്ട് നടത്താൻ പോകുന്നത് എന്നാണ് വിജയ് പറയുന്നത്. അപ്പൊ ആ പാർട്ടിയുടെ ഒരു സ്വഭാവം നമുക്കിപ്പൊ നിർണ്ണയിക്കാനായിട്ട് സാധിക്കുമോ?
സ്വഭാവം നിർണ്ണയിക്കാൻ സാധിക്കുമല്ലോ, അതിനകത്തൊന്നും സംശയം. അതൊന്നും ഉം. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നും അവിടെ ചിലവാകത്തില്ല. കാരണം അവിടുത്തെ പ്രാദേശിക ഉം. പാർട്ടിക്ക് എപ്പോഴും ഈ ദ്രാവിഡ രാഷ്ട്രീയമായിട്ട് ചേർന്ന് പോകാനേ ദ്രാവിഡ വിജയിക്കും രാഷ്ട്രീയം. പറ്റുള്ളൂ. ആ ഈ ഉം. വിജയ് ഇപ്പൊ പറഞ്ഞത് എന്താണ്, സൈനികർക്ക് പ്രണാമം അർപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ തമിഴ്നാടിന് വേണ്ടി പോരാടിയവർക്കെന്നാണ് അവർ എടുത്തു പറയുന്നത്. സൈന്യം എന്ന് പറഞ്ഞാൽ ഈ അതാ രാജ്യത്തിന് ഞാൻ പറഞ്ഞത്. മുഴുവനുള്ളതാണ്. സൈന്യത്തിന് അതെ. മുഴുവൻ അവിടെ ഈ ഒരു പൊളിറ്റിക്സ് മാത്രമേ ചിലവാകത്തുള്ളൂ. അത് വിജയ് ആണെങ്കിലും നാളെ രജനീകാന്ത് ആണെങ്കിലും ഈ ഒരു പൊളിറ്റിക്സ് മാത്രമേ മുമ്പോട്ട് പോകും. പിന്നെ നാഷണൽ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഒരു ബേസ് ആയിട്ടുള്ള ഒരു തത്വശാസ്ത്രമുണ്ട്. കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും ഒക്കെ അവരിപ്പം കേരളത്തിലുള്ള അവരുടെ എന്താണ് നിലപാടും പ്രത്യയശാസ്ത്രവും തന്നെയാണ് തമിഴ്നാട്ടിലുള്ളത് തന്നെയാണ് ത്രിപുരയിലുള്ളത്. അതൊന്നും അവർക്ക് മാറ്റം വരില്ല. പക്ഷേ ഈ വിജയുടെ പാർട്ടി ആയാലും DMK ആയാലും ഒക്കെ അത് തമിഴ്നാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടി. പക്ഷേ വിജയ് പാർട്ടി രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ അതിന്റെ ബ്രാഞ്ചസ് ഉണ്ടാകും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. മുമ്പ് വിജയകാന്ത് പാർട്ടി തമിഴ്നാട്ടിൽ രൂപീകരിച്ചപ്പോഴും കേരളത്തിൽ അതിന്റെ യൂണിറ്റുകൾ, പാലക്കാടും ഒക്കെ അതിന്റെ യൂണിറ്റുകൾ വന്നിരുന്നു. അതെ. അതെ. യൂണിറ്റുകൾ വരും വിജയ്ക്ക് കുറച്ചുകൂടെ കൂടുതൽ യൂണിറ്റുകൾ വരും. എനിക്ക് ഉം. തോന്നുന്നത് ഈ സൂര്യ എന്ന് പറഞ്ഞൊരു നടനുണ്ട് തമിഴ്നാട്ടിൽ. സൂര്യ വലിയ ആരാധകർ വൃന്ദം കേരളത്തിലുള്ള ഒരു നടനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു പാർട്ടി പിന്നെ രൂപീകരിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇത് ഉണ്ട്. വരും, സ്വാഭാവികമായിട്ട് വരും. അപ്പോ ഈ പൊളിറ്റിക്കൽ പാർട്ടി പിന്നെ തമിഴ്നാട്ടിൽ കുറച്ചുകൂടി ഈ സിനിമാക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ കുറച്ചുകൂടി എളുപ്പം എന്താന്ന് വെച്ചാൽ ഈ സിനിമയും രാഷ്ട്രീയവും അവിടെ രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഈ സിനിമയിലെ തട്ടുപൊളിപ്പൻ ഡയലോഗ് തന്നെ പബ്ലിക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കൈയടി കിട്ടും എന്ന് മാത്രമല്ല ഒരു വലിയ ഇത് കിട്ടും. അപ്പം പക്ഷെ ഉം. അതിനനുസരിച്ച് കാര്യങ്ങളോട് നീക്കുമ്പോഴാണ് ലീഡർഷിപ്പിലേക്ക് വരുന്നത്. ജയലളിതയും ഒക്കെ ആ രീതിയിൽ ഉയർന്നു വന്നവരാണ്. അപ്പൊ ഇതിപ്പോ സ്റ്റാലിന്റെ തട്ടകത്തിലേക്കാണ് വിജയുടെ കടന്നുകയറ്റം. അത് എത്ര ശതമാനം വോട്ട് അതെ. അദ്ദേഹത്തിന് നേടാൻ കഴിയുമെന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇവിടെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് വലിയ കൗതുകം ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട്. അത് ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഈ അണ്ണാമലയും നമ്മുടെ DMK സ്റ്റാലിനുമായിട്ട് ബദ്ധശത്രുക്കളായിട്ടാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത്. ഉം. അതായത് ഭയങ്കര അതെ. അതെ. വാക്ക്. പക്ഷെ കഴിഞ്ഞ ഒരു മാസമായിട്ട് അവിടെ ഇവർ ഭയങ്കര അണ്ണാമല മാത്രമല്ല ഈ BJP DMK നേതാക്കൾ തമ്മിൽ ഭയങ്കര സൗഹൃദം. അവർ പല ചടങ്ങുകളിൽ ഇവർ ഒന്നിച്ചാ പങ്കെടുക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഈ ഉം. രണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് ഈ വ്യക്തിബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അപ്പുറമാണല്ലോ സൗഹൃദം. രാഷ്ട്രീയം ഒരു ഉം. ഭാഗത്ത്, ഇത് സൗഹൃദപരമാണെന്ന്. അത് ശ്രദ്ധേയമായ ഒരു കാര്യം. ഈ മറീന ബീച്ചില് ശ്രീ രാജ്നാഥ് സിംഗ് വന്ന സമയത്ത് ഈ പുഷ്പാർച്ചന നടത്തുന്നു ഉം. കരുണാനിധിയുടെ സ്മാരകത്തിൽ. അവിടെ അപ്പൊ ഈ ഉം. രാജ്നാഥ് സിംഗിന്റെ കൂടെ അണ്ണാമലയുണ്ട്. ഈ അണ്ണാമലയെ കൈ പിടിച്ച് കയറ്റുകയാണ് സ്റ്റാലിന്റെ കൂടെ നിർത്തിക്കൊണ്ട്. കാരണം അണ്ണാമല ഒരു പൊളിറ്റിക്കൽ ലീഡർ മാത്രമാണ്, പ്രതിപക്ഷ നേതാവ്. കാരണം അവിടെ ഒരു ഒഫീഷ്യൽ ചടങ്ങാണ്. അവിടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രതിരോധ മന്ത്രി നിൽക്കുന്ന കൂട്ടത്തിലേക്ക് നമ്മുടെ അണ്ണാമലയെ കൂടെ പിടിച്ച് കയറ്റുന്ന ഒരു കാഴ്ച. അതുപോലെ കഴിഞ്ഞ അത് ദിവസം ഒരു സ്റ്റാലിൻ ചിത്രം പിടിച്ചു ഭയങ്കര കയറ്റുമോ? സ്റ്റാലിൻ കൈക്ക് പിടിച്ച് കയറി അത് വരൂ എന്ന് ശരി. പറഞ്ഞിട്ട് അടുത്ത് എന്നൊരു കാഴ്ച. പിന്നെ അവിടുത്തെ പല ചടങ്ങുകളിലും ADMK ആരുമില്ല. പക്ഷേ ഈ ചടങ്ങുകളിലെല്ലാം BJP പല പ്രാദേശിക നേതാക്കളും DMK നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. ഈ ഉദയനിധി സ്റ്റാലിൻ അണ്ണാമല എന്താ നിൽക്കുന്ന ഒരു ചിത്രം. അപ്പൊ അങ്ങനെ ഇവര് ഇത് സൗഹൃദം ആണ് എങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ആ രീതിയിൽ തന്നെ കാണാം. പക്ഷെ രാജ്നാഥ് സിംഗ് പുകഴ്ത്തിയത് കേട്ടിട്ട് സ്റ്റാലിൻ ഉറങ്ങാൻ പറ്റുന്നില്ലെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല രാജ്നാഥ് സിംഗിന്റെ ആ പ്രസംഗം, കാരണം എനിക്ക് അത്രത്തോളം സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് സ്വാഭാവികമായും ഈ രണ്ട് പാർട്ടികളുടെ ഒരു വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ ഈ അടിസ്ഥാനപരമായിട്ട് ഇവരാരെയും ശത്രുക്കളായിട്ട് കാണുന്നില്ല. CPM ഒക്കെ ആണെങ്കിൽ അവർക്ക് വർഗ്ഗശത്രു എന്ന് പറഞ്ഞ് കോൺഗ്രസിനും BJP ചാപ്പ കുത്തി മാറ്റുകയാണെങ്കിൽ ഇവർ രണ്ടു കൂട്ടരും അങ്ങനെ ചെയ്യുന്നവരല്ല. BJP തുടക്കം മുതൽ ഉം. ശത്രുക്കൾ അവർക്കില്ല, പകരം എതിരാളികൾ മാത്രമാണുള്ളത്. DMK ഏതാണ്ട് ആ ഉം. ഒരു ലൈനിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇവർക്ക് തമ്മിൽ ഉം. ഒന്നിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളും നിലവിലില്ല. കാരണം അവർ ഒന്നിച്ച് ഭരിച്ചിരുന്നവരാണ്, നല്ല ടൈപ്പ് ഉം. ഉണ്ടായിരുന്നവരാണ്, നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നവരാണ്. അപ്പോ ഉം. ഉം. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു മാസക്കാലം തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പല മീറ്റിംഗുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇവരുടെ ജില്ലാ നേതൃത്വമായാലും സംസ്ഥാനത്തെ പല നേതാക്കന്മാരായാലും DMK നേതാക്കന്മാരായിട്ട് വേദി പങ്കിടുക, അവരുടെ ചെറിയ ഫംഗ്ഷൻസിന് പോവുക, അതൊക്കെ പുറമേ നോക്കുമ്പോൾ നമുക്കതൊരു സൗഹൃദത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രീയത്തിന് അപ്പുറമാണ് സൗഹൃദമെങ്കിൽ പോലും ഇതൊരു വ്യത്യസ്തമായ ഒരു സൗഹൃദമാണ്. അപ്പോ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, BJP സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഈ സെൻട്രൽ അവരുടെ ഭരണത്തിന് ഒരു ഉറപ്പ് കിട്ടണമെങ്കിൽ DMK ഉം. പോലൊരു കക്ഷിയുടെ പുറമേ നിന്നുള്ള പിന്തുണയെങ്കിലും അവർക്ക് വേണം. അകമേ എന്നല്ല, ഈ അതെ. YSR കോൺഗ്രസ് നിന്നതുപോലെ സൈഡായിട്ട് നിന്നുകൊണ്ട് പിന്തുണയ്ക്കുക. DMK സംബന്ധിച്ച് പറഞ്ഞാൽ BJP കൂടെ കൂട്ടുന്ന അവർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 ലോക്സഭാ മണ്ഡലത്തിലാണ് BJP 2ാം സ്ഥാനത്തെത്തിയത്. അത് ഒറ്റയ്ക്ക് ഉം. മത്സരിച്ചിട്ടാണ് അവർ 20% വോട്ട് നേടിയത്. ഇന്നിപ്പോ DMKയിലുള്ള ഘടകകക്ഷികളായ കോൺഗ്രസ് ആയാലും CPM ആയാലും മറ്റു പാർട്ടികളായാലും ഒറ്റയ്ക്ക് നിന്ന് എങ്ങും ക്ലച്ച് പിടിക്കത്തില്ലെന്ന് മാത്രമല്ല ഇത്രയും ശതമാനം വോട്ടും അവർക്ക് ലഭിക്കില്ലെന്ന് DMKക്ക് നന്നായിട്ട് അറിയാം. അവിടെ അപ്പോ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഈ ആ തമിഴ്നാട്ടിൽ DMK ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ അതിഭീകരമായിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സ് പോലെയാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കരുണാനിധിയുടെ മകൻ, കരുണാനിധിയുടെ മകന്റെ മകൻ, ഇനി മകന്റെ മകനും റെഡി ആയിട്ട് നിൽപ്പുണ്ട് അവിടെ. സത്യം പറഞ്ഞാൽ ജനങ്ങൾ അവിടെ DMKയുടെ ഈ പൊളിറ്റിക്സ് കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഈ ഇടയ്ക്ക് അവിടെ ഉണ്ടായ ഒരു വിഷയം, ഈ യൂട്യൂബേഴ്സിന് ഇടയിൽ ഉണ്ടായ വിഷയം ബിജേട്ടന് അറിയായിരിക്കുമല്ലോ. അതായത് അവിടെ ഇർഫാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. ആ ഇർഫാൻ എന്ന് പറഞ്ഞ യൂട്യൂബറിന് ഈ ഉദയനിധി സ്റ്റാലിനുമായിട്ട് നല്ല ടൈപ്പാണ്. ഉദയനിധി സ്റ്റാലിൻ അവനുമായിട്ട് വ്ളോഗ് ചെയ്യുന്നു, കാറിൽ സഞ്ചരിക്കുന്നു, അങ്ങനെ അതിഭീകരമായിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കറിയില്ല, ഒരു ആളെ വഴിയിൽ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തുന്നു. കൊലപ്പെടുത്തിയ ശേഷം അവിടെ സർക്കാർ ഇവനെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇവൻ അവർക്ക് ഇത് എന്താണ് ഈ നഷ്ടപരിഹാരമൊക്കെ കൊടുക്കുന്നു. ഇവൻ പിന്നീട് സ്വൈര്യവിഹാരം നടത്തുന്നു. അപ്പോൾ അതിനുശേഷം വേറൊരു യൂട്യൂബർ ഇത് തുറന്നു കാട്ടി ഒരു വീഡിയോ ചെയ്യും. എന്നാൽ അവനെതിരെ കേസെടുക്കും. അതായത് വീഡിയോ ചെയ്ത യൂട്യൂബറിനെതിരെ കേസെടുക്കും ഉദയനിധി സ്റ്റാലിൻ ഇടപെട്ട്. അപ്പോഴേക്കും അവിടെ ഒരു യൂട്യൂബർ കമ്മ്യൂണിറ്റി മുഴുവൻ ഇളകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. യൂട്യൂബർ കമ്മ്യൂണിറ്റി മുഴുവൻ ഇളകി. മദൻ ഗൗരി എന്ന് പറയുന്ന ഏറ്റവും വലിയ യൂട്യൂബർ എന്ന് പറയുന്ന TTF വാസനയൊക്കെ പോലെ മദൻ ഗൗരിയൊക്കെ ഏറ്റവും വലിയ യൂട്യൂബറാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഇതിൽ. അപ്പൊ മദൻ ഗൗരി അടക്കമുള്ള യൂട്യൂബർമാർ ഈ കാര്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുട്ടം പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം തമിഴ്നാട് സർക്കാരാണ്, അവർക്ക് യൂട്യൂബിന് ബ്ലോഗേഴ്സിന് എന്തെങ്കിലും ഒരു നിയമമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും കഞ്ഞികൂടി മുട്ടുവന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഉദയനിധി സ്റ്റാലിനെതിരെയുള്ള പ്രതിഷേധത്തിനൊക്കെ കാരണമാകുന്നുണ്ട്. അത്തരത്തിൽ ഭീകരമായിട്ട് ഉദയനിധി സ്റ്റാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ കൊച്ചു പിള്ളേർക്കെതിരെ, ടീനേജർക്കെതിരെ, യുവാക്കൾക്കെതിരെ ഹെയ്റ്റഡ് വരുന്നു. അച്ഛനായിട്ടുള്ള സ്റ്റാലിനെതിരെ തമിഴ്നാട് ഫ്ലഡ് വന്ന സമയത്ത് പോലും ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു. കള്ളക്കുറിച്ചി മദ്യ ദുരന്തം വന്നപ്പോൾ അതിഭീകരമായിട്ട് ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ വരുന്നു. അണ്ണാമലൈ തന്നെ ഇവർക്കെതിരെയുള്ള DMK ഫയൽസ് പുറത്തുവിട്ട് ഭയങ്കരമായിട്ട് ജനങ്ങൾക്കിടയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയാണ് അണ്ണാമലൈ പോലും കയറി വന്നത്, അല്ലെ? അങ്ങനെയല്ലേ? അപ്പൊ അണ്ണാമലൈ DMK അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് ഇവരുടെ നമ്മുടെ മൻമോഹൻ സിംഗിനെ കാട്ടിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനെ വെച്ചുകൊണ്ടിരുന്ന സ്റ്റാലിൻ സർക്കാരാണ്. അയാളെയൊക്കെ പൂ പറിക്കുന്നത് പോലെ അണ്ണാമലൈ എടുത്ത് പുറത്തു കളഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ നോക്കുമ്പോ, എടാ ഇവൻ ഈ DMK ഫയൽസ് ഒക്കെ പുറത്തു വിട്ടിട്ട് ഇവൻ നാളെ DMK ആയിട്ട് സഖ്യം ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നില്ല. എന്റെ ഒരു സാധാരണമായിട്ടുള്ള ഒരു 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 വോട്ടർ എന്നുള്ള നിലയിൽ എന്റെ ഒരു ഡൗട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സഖ്യമല്ല എന്ന് ഞാൻ പറഞ്ഞത്. YSR കോൺഗ്രസ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? YSR കോൺഗ്രസ് NDAയുടെ ഭാഗമേ ആയിരുന്നില്ല ഒരിക്കലും. YSR കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിലകൊണ്ടിട്ടുള്ളത്. പക്ഷെ YSR കോൺഗ്രസ് ആണ് എല്ലാ കാലവും കേന്ദ്രത്തിൽ NDA സർക്കാരിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി. അതെ, ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ സ്റ്റാലിൻ കൂടുതലുമായി കേന്ദ്രത്തിനെ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം ഇപ്പൊ വിജയ് ഇപ്പൊ കളത്തിലിറങ്ങുമ്പോൾ വിജയ് ചെയ്യാൻ പോകുന്ന ഈ പാവപ്പെട്ടവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കും, ഒരുപാട് കാര്യങ്ങൾ ഈ സ്റ്റാലിൻ ഇനിയിപ്പോ സ്റ്റാലിന് പണമല്ല കൊടുക്കുന്നത്, വാഗ്ദാനങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടാകും. ഇതിനെ അതിജീവിക്കണമെങ്കിൽ സ്റ്റാലിന് വലിയ രീതിയിൽ ഈ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക സഹായങ്ങള്, വീട് വെച്ച് കൊടുക്കലുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ ജയലളിത പേരെടുത്തത് മുഴുവൻ ഈ പെൺകുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത്, സൗജന്യ അരി കൊടുത്തത്, അതുപോലെ തന്നെ മിക്സി, സൈക്കിൾ കൊടുത്തത്, ബാഗ്, അങ്ങനെ ഒരുപാട്. ഇതേപോലെ ഒരു വലിയ ജനക്ഷേമ പരിപാടികൾ സ്റ്റാലിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടിയിട്ട്, സഹായം കിട്ടിയിട്ട് മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂ. അതായത് ഇപ്പോഴീ വിജയ് ഉണ്ടാക്കുന്ന ഒരു ഓളം ഉണ്ടാവും, അത് ചെറിയ ഓളം ആയിരിക്കില്ല. ആ പാർട്ടിക്ക് വോട്ട് കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇപ്പോഴാ വിജയുടെ ഒരു തിളക്കം ഉണ്ടാകും. ഒരു സ്റ്റാർ എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന റാലികള്, അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന യാത്രകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി കിട്ടുന്ന സ്വീകാര്യത തുടക്കത്തിൽ ഭയങ്കര ഗംഭീരമായിരിക്കും. ഇതിനെ ഇപ്പൊ സ്റ്റാലിന് മറികടക്കണമെന്നുണ്ടായെങ്കിൽ അദ്ദേഹത്തിന് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വരും. ഇപ്പൊ ഈ ജയലളിത ചെയ്ത അമ്മ ഇഡ്ഡലി, അമ്മ സിമന്റ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വലിയ ജനകീയമായതുപോലെ സ്റ്റാലിന് വലിയ ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ കളത്തിലിറക്കിയെങ്കിൽ മാത്രമേ എനിക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റൂ. എന്തിന് നമുക്ക് കേരളത്തിൽ തന്നെ ഉദാഹരണം എടുക്കാം. നമ്മുടെ കിറ്റിന്റെ ഒരു രാഷ്ട്രീയം കേരളത്തിലില്ലായിരുന്നു. കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിയില്ലേ പിണറായി സർക്കാർ പോലും. അപ്പം തമിഴ്നാട് പോലുള്ളിടത്ത് അത്തരം കാര്യങ്ങൾ അത് വലിയ രീതിയിൽ അവിടെ കാര്യങ്ങൾ എന്റെ ഒരു ഡൗട്ട് കൂടെ എന്റെ ഒരു സംശയം കൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് എന്റെ 2-3 കൂട്ടുകാര് തമിഴ്നാട്ടിലുണ്ട്. വളരെയധികം ആർട്ടന്റ് ആയിട്ടുള്ള വിജയ് ഫാൻസ് ആണ്. എന്റെ 2-3 ഫാമിലീസ് തമിഴ്നാട്ടിലുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ തമിഴ്നാട്ടിൽ താമസിക്കുന്നു. അപ്പൊ അവരെ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ, അവര് വിജയെ കുറിച്ച് ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ വളരെ പുച്ഛത്തോടു കൂടി പറയുന്നത്, സ്റ്റാലിനെ അടിച്ചിട്ടൊന്നും ഒരിക്കലും വിജയ്ക്ക് മുകളിലോട്ട് കയറി വരാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്? വളരെ നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയം വിലയിരുത്തുന്ന ആൾക്കാരാണ് അവര്. ഞാൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ സംസാരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, സ്റ്റാലിന്റെ കയ്യിൽ പണമുണ്ട്, ലക്ഷം കോടി രൂപയുടെ സമ്പത്താണ് DMKക്ക് ഉള്ളത്. വിജയ് ഇപ്പൊ ഒരു പടത്തിന് 200 കോടി രൂപ വാങ്ങിച്ച് അത് പാർട്ടിയിലോട്ട് എടുത്തിട്ടിട്ട് വിജയ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ, വിജയിയുടെ ആ ഒരു പാർട്ടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയം ഭീകരമാണ്. പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയം. അപ്പൊ വിജയ്, അത് ഞാൻ പറയാനുള്ള വേറൊരു കാരണമുണ്ട്. വിജയ് ഈ 10ാം ക്ലാസ്സിലെ കുട്ടികളെ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാരണം പുള്ളിക്കാരൻ എയിം ചെയ്യുന്നത് ടീനേജ് പിള്ളേരെയും 10+2 കഞ്ഞി വോട്ടർമാരെയാണ് പുള്ളിക്കാരൻ എയിം ചെയ്യുന്നത്. അപ്പൊ അവരോട് വിജയ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ അച്ഛനും അമ്മയോടും നിങ്ങൾ പറയണം, പൈസ വാങ്ങി വോട്ട് ചെയ്യരുത് എന്ന് പറയണം. അതൊക്കെ സിനിമയിൽ പറയുമ്പോൾ പറയാനായിട്ട് കൊള്ളാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു റിയൽ ലൈഫ്,
രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? DMK-യുടെ പണക്കൊഴുപ്പിന്റെ മുമ്പിൽ വിജയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? ധനുഷ്, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ധനുഷ് എന്ന് ഉം. പറയുന്ന നടൻ ഇപ്പോൾ ഉണ്ടാക്കിയ പാർട്ടിക്ക് വലിയ ഓളം സൃഷ്ടിക്കാൻ കഴിയും, പക്ഷെ അത് വോട്ടാകുമോ എന്നുള്ളത് കാത്തിരുന്നിക്കേണ്ട കാര്യമാണ്. കാരണം വിജയ് ഒരു വിജയ് രാഷ്ട്രീയ ധനുഷ് അല്ല, പാർട്ടി ഒരു വിജയ്. തെരഞ്ഞെടുപ്പ് ധനുഷിന്റെ അല്ല വിജയുടെ കാര്യം. അപ്പം ഈ ഓക്കെ. പിന്നെ ഒരു പാർട്ടി മത്സര രംഗത്ത് വന്നെങ്കിൽ മാത്രമേ, മത്സരിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പം വിജയ് പോലൊരു ആള് രാഷ്ട്രീയത്തിൽ എത്തുമ്പോൾ അദ്ദേഹം നടത്തുന്ന യാത്രകൾക്കൊക്കെ വഞ്ചനാവലിയായിരിക്കും, വലിയ സ്വീകാര്യതയായിരിക്കും, വലിയ ഓളം തന്നെ അത് ഉണ്ടാക്കും. പക്ഷെ ആ ഓളം വോട്ടാകില്ലല്ലോ. വോട്ടായി ആ മാറണം. ആ ഓളം വോട്ടാകണം എന്ന് പറയുന്നതൊക്കെയാണ് അതിന്റെ ഒരു വലിയ സാധനം. പണത്തിന്റെ ഒരു ഉം. വലിയ സ്വാധീനം തമിഴ്നാട്ടിൽ നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ ലിക്കറും ഡ്രസ്സും ഒക്കെയാണ് അവിടെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വോട്ടായി മാറുന്നത് പലപ്പോഴും. അവിടെയാണ് അതെ. ഞാൻ പറഞ്ഞത്, ഈ ഈ സ്റ്റാലിൻ ഇപ്പൊ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രി ആക്കുകയും ഒരു ഉം. യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ കുറെ നല്ല പ്രോഗ്രാംസുകൾ ഇപ്പോൾ ഈ DMK സർക്കാർ അവതരിപ്പിക്കുകയും ഉം. ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ഒരു ഓളം സൃഷ്ടിക്കാൻ അവർക്കും കഴിയും. അന്ന് വെച്ചാൽ അവർ ഭരിക്കുന്നവരാണ്. ആ സർക്കാരാണ് അതെ. DMK എന്ന് പറഞ്ഞാൽ അവിടുത്തെ സർക്കാരാണ്. ആ സർക്കാരിന് ഇപ്പൊ കുറെ അധികം ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവർക്കും മറ്റുള്ളവർക്കും നൽകാൻ, വിജയ്ക്ക് വാഗ്ദാനം ഇപ്പൊ നൽകാൻ കഴിയും. സ്റ്റാലിൻ ഇപ്പൊ അതെ. കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഒരു വീട്ടിൽ ഒരു നടപ്പാക്കാൻ സൈക്കിൾ പറ്റും. കൊടുക്കുന്നു, ഇല്ലെങ്കിൽ ഒരു 10 കിലോ അരി കൊടുക്കുന്നു, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുന്നു. ഇപ്പൊ പൊങ്കൽ വരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും വലിയ ആനുകൂല്യങ്ങളും കാര്യങ്ങളും, ഇല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് സൗജന്യ ബസ് സർവീസ്, ഇങ്ങനെയൊക്കെയുള്ള ഉം. കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോയ ഈ ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? ഇതേപോലുള്ള കുറെ അതെ. അതെ. കാര്യങ്ങൾ. പക്ഷെ ഇത് നടപ്പാക്കണം. ഇത് നടപ്പാക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം വേണം. കാരണം കേന്ദ്രത്തിന്റെ പദ്ധതികൾ തന്നെ 230 പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ തന്നെ കാര്യക്ഷമമായിട്ട് നടത്താമെങ്കിൽ മാത്രം മതി ഒരു സംസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ. ഇതായിരിക്കും ഈ ഉം. സ്റ്റാലിൻ മുമ്പോട്ട് വെക്കുന്നത്. ഇതിന് അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു നയം, ഇപ്പൊ നിലവിൽ BJP-യുമായിട്ട് DMK-ക്ക് ഒരു സഖ്യം തമിഴ്നാട്ടിൽ ഉണ്ടാക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം BJP-യെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു ബേസ് അവർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. BJP-യുടെ ഏറ്റവും വലിയ ലക്ഷ്യം അവർക്ക് ഒറ്റയ്ക്ക് തമിഴ്നാട് ഭരിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നു. അപ്പൊ അവർക്ക് DMK-ക്കും BJP-ആയിട്ട് ഒരു ബന്ധം പരസ്യമായിട്ട് പറ്റില്ല. രഹസ്യബന്ധം അവർക്ക് താല്പര്യമുള്ള കേസാണ്. അങ്ങനെ അപ്പൊ ആ ഉം. ഒരു നിലയിൽ ഇതൊരു രഹസ്യ ബാന്ധവമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും ഈ സാധനം. അതായത് ഒരിക്കലും ഒരു പരസ്യമായ ഒരു വിവാഹം ഉണ്ടാകില്ല. ഉം. രഹസ്യമായിട്ടുള്ള ഒരു ലിവിങ് ടുഗദർ പോലത്തെ ഒരു ബന്ധം ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാരണം എപ്പോ വേണമെങ്കിലും പോകാൻ ഉം. പറ്റുന്ന തരത്തിലേക്ക് ഒരു ബന്ധം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്റ്റാലിന് ഇങ്ങനെ ഒരു സഹായം വേണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അദ്ദേഹത്തിന്റെ അനാരോഗ്യം ഒരു വലിയ വിഷയമാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉം. ഉദയനിധി സ്റ്റാലിനെ ഒരു ലീഡറാക്കി ഉയർത്തിക്കൊണ്ട് വരണം. ഇതിനെല്ലാം പ്രധാന ഉം. വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന അണ്ണാമലയാണ് ഇപ്പൊ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. കാരണം ADMK-ക്കും ചെറുപ്പക്കാരോ അല്ലെങ്കിൽ പുതിയ നേതാക്കളോ ഒന്നും ഉയർന്നു വരുന്നില്ല. ഈ ഒരു സാഹചര്യം അവിടെ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ BJP-യും DMK-യും തമ്മിൽ ഒരു അലയൻസും ഉണ്ടാകില്ല പരസ്യമായിട്ട്. യാതൊരു ഉം. തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം രണ്ടു കൂട്ടർക്കും ഉം. നിലനിൽക്കാൻ പറ്റില്ല. കാരണം അവിടെ BJP വളർന്നാൽ മാത്രമേ സ്റ്റാലിനും നിലനിൽക്കാൻ പറ്റൂ തമിഴ്നാട്ടില്. കാരണം ഉം. 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 ADMK ആണ് വരുന്നതെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആ ഒരു ഇത് മാറും. നേരെ മറിച്ച് BJP ആണ് വരുന്നതെങ്കിൽ സ്റ്റാലിന് നന്നായിട്ട് അറിയാം, കുറഞ്ഞതൊരു ഒരു 5 കൊല്ലത്തേക്ക് അവർ അധികാരത്തിൽ വരില്ല. ഉം. നല്ല ഉറപ്പോടുകൂടി തന്നെ വർക്ക് ചെയ്യാം. പിന്നെ മുട്ടി നിൽക്കാൻ ഒരു കക്ഷി, എന്നാൽ കേന്ദ്രവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ മുൻപോട്ട് പോവുക, ആ ഒരു രീതിയായിരിക്കും തമിഴ്നാട് ഉം. അടങ്ങിയിട്ട്. ഉം. പണ്ട് നമ്മൾ കണ്ടിട്ട്, ഞാൻ പറഞ്ഞില്ല, YSR കോൺഗ്രസ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം, ബിജു ജനതാദൾ മറ്റൊരു ഉദാഹരണം. അങ്ങനെ അനവധി ഉം. രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുപാട് ഉദാഹരണം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. അതായത് എന്താണ്, പ്രത്യക്ഷത്തിൽ BJP ഇല്ലെങ്കിൽ BJP-ക്കെതിരാണ്, പക്ഷെ കേന്ദ്ര സർക്കാരുമായി ടൈംസിൽ പോകുന്നു. ഈ പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാക്കാനായിട്ട് ഒന്നുകിൽ സഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തി സഹായിക്കുന്നു, അല്ലെങ്കിൽ വോട്ട് ചെയ്ത് സഹായിക്കുന്നു. ഈ ഉം. രണ്ട് കാര്യങ്ങളിലേക്കാണ് ഈ ഉം. കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. അപ്പം ഇപ്പോൾ ഉം. ഈ സ്റ്റാലിൻ ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ നേരത്തെ ധനുഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആ നഷ്ടമായ ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോവുക. ഉം. രണ്ട്, ഈ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രി ആയിട്ട് അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ DMK-യുടെ ലീഡറായിട്ട് സ്റ്റാലിനൊപ്പം തന്നെ വളർത്തിയെടുക്കുക. ഇതാണ് ഇതിനു ഉം. വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ ഒരു സ്നേഹബന്ധം. BJP സംബന്ധിച്ചിട്ട് ഈ സ്നേഹബന്ധത്തിന് ഒരു വലിയ അർത്ഥമുണ്ട്. അവർക്ക് ഒരു കാര്യം മാത്രം ഇപ്പൊ നിലവിൽ മതി. കാരണം ഉം. കേന്ദ്രത്തിൽ അവരെ ഈ YSR പിന്തുണച്ചതുപോലെ സൈഡായിട്ട് നിന്ന് പിന്തുണയ്ക്കുക എന്നൊരു ഒറ്റ സാധനം മാത്രമേ അവരെ സംബന്ധിച്ചുള്ളൂ. കാരണം ഈ ഉം. ചന്ദ്രബാബു ഉം. നായിഡുവിനെ ഒതുക്കാനും നിതീഷ് കുമാറിനെ ഉം. ഒതുക്കാനും ഇങ്ങനെ ഒരു മരുന്ന് അവർക്ക് ആവശ്യമുണ്ട്. അപ്പം ഉം. അതൊന്ന്. ഇനി രണ്ടാമത്തെ, ഈ BJP-യുടെ പൊളിറ്റിക്സ് BJP ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം ഉം. ഓൾറെഡി അണ്ണാമല ഒരു നടനോ കാര്യങ്ങളോ ഒന്നും അല്ല. അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ഫാൻ ബേസ് ഭയങ്കര അവിടെ. അദ്ദേഹത്തിന്റെ ഒരു അതെ. ഒറ്റ ഇതിലാണ് ഈ 20% വോട്ട് നേടിയത്. വിജയുടെ പാർട്ടി മത്സരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എത്ര ശതമാനം വോട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റൂ. വിജയ് പോകുമ്പോൾ ആള് കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അദ്ദേഹം ചിലപ്പോൾ ഒരുപക്ഷെ കേരളത്തിലും വരാൻ സാധ്യതയുണ്ട്. ഈ ഉം. പാർട്ടിയുടെ കേരളത്തിലെ യൂണിറ്റ് ഉദ്ഘാടനമൊക്കെ ആയിട്ട് വലിയ ജനാവലി തന്നെ ആയിരിക്കും. അത് പക്ഷെ അത് വോട്ടാകുമോ ഇല്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് രജനീകാന്ത് അത് രാഷ്ട്രീയത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്മാറിയത്? നോക്കിക്കോളൂ, എത്രയോ അത് നമ്മൾ പേടിക്കണ്ട.
അല്ല കിറ്റക്സ് എത്രയോ സാബുവിനെയൊക്കെ ഓടിച്ചല്ലേ? അല്ല ഇത് എത്രയോ നടന്മാര് തമിഴ്നാട്ടിൽ മുമ്പ് തമിഴ്നാട്ടിലെ നടന്മാരൊക്കെ 2 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ മൂന്നിന്റെ പുതിയ പാർട്ടി രൂപീകരിക്കുക, പാർട്ടി ചേരുവ ചെയ്യുന്ന ഒരു ഉം, കാലഘട്ടത്തിൽ നിന്ന് ഉം, മാറിയിട്ട് ഉം, ഇപ്പോഴെന്താണ് അവിടെ സംഭവിക്കുന്നത്? ആരും പാർട്ടി രൂപീകരിക്കുന്നില്ലല്ലോ. വിശാല് പാർട്ടി ഉം, രൂപീകരിക്കുന്നുണ്ട്, നടന്നോ? രജനീകാന്ത് പിന്മാറിയില്ലേ? കമലഹാസന്റെ പാർട്ടിയുടെ ഉം. ഗതി എന്തായി? അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ തമിഴ് രാഷ്ട്രീയത്തിൽ നടന്മാര് പാർട്ടി രൂപീകരിച്ച് ഇറങ്ങാത്തതെന്നുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം, സിനിമാക്കാർ ഇനിയിപ്പോ ഒരു പാർട്ടിയും രൂപീകരിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലൊന്നും ഇനി വോട്ടുണ്ടാകില്ല. കാരണം ഈ ഫാൻസ് അസോസിയേഷൻ അല്ല രാഷ്ട്രീയ പ്രവർത്തനം, അത് വേറൊരു രീതിയാണ്. അപ്പം ഉം. അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു വിജയ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വിജയകാന്ത് ആദ്യമായി രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചതാണ്. തമിഴ്നാട് നിയമസഭയിൽ അദ്ദേഹത്തിന് 21 MLA വരെ ഉണ്ടായിരുന്നതാണ്. പ്രതിപക്ഷ പിന്നീട് 9 നേതാവായല്ലോ MLA വരെ ജയലളിതയ്ക്കെതിരെ. പ്രതിപക്ഷ നേതാവായതാണ്. എന്നിട്ട് ഇപ്പൊ എന്തായി അവസാനം? അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടി? അതാ ഞാൻ ഉം, പറഞ്ഞത്, ആദ്യത്തെ ഒരു ഓളം എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. ആ ഓളത്തെ മറികടക്കാനാണ് ഇപ്പോൾ സ്റ്റാലിന്റെ ശ്രമം. കാരണം BJP സംബന്ധിച്ച് അവർ സേഫ് സോണില്ല. അവർക്ക് ആകെ ഇപ്പൊ ഈ സ്റ്റാലിന്റെ ഒരു സഹായം വേണ്ടത് കേന്ദ്രത്തിലേക്ക് ഒരു സഹായം മാത്രം അവർക്ക് ആവശ്യമുള്ളൂ. സ്റ്റേറ്റിലേക്ക് അവർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അണ്ണാമല അവർ ഇറക്കിയിരിക്കുന്നത് തന്നെ അവിടെ അധികാരം പിടിക്കാനായിട്ടാണ്. അദ്ദേഹത്തിനെ ഉം, 2026 മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കി മുമ്പോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അതിനുള്ള നീക്കങ്ങൾ അവർ വേറൊരു വഴി നടത്തുന്നുണ്ട്. അവർക്കിപ്പോ ഉം, ഇവരുമായിട്ടൊരു സഖ്യം കൂടിക്കൊണ്ട് അവർക്ക് ഒരു ലാഭവും തമിഴ്നാട്ടിൽ സംഭവിക്കാനില്ല. കാരണം അവർ സഖ്യം കൂടി കഴിഞ്ഞാൽ അവരുടെ ഈ അണ്ണാമല മുമ്പോട്ട് വെച്ച പോളിസി തെറ്റായി പോകും. അണ്ണാമല ആദ്യം അതെ, പറഞ്ഞത് എന്താണ്? ADMK കൂട്ടുപിടിച്ച് നമുക്ക് പോകരുത്, ADMK കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നും വളരത്തില്ല, നമ്മൾ അവരുടെ തണലായി മാറുമെന്നാണ് പറഞ്ഞത്. അത് ഇതിനകത്ത് അതെ. നിൽക്കുന്നില്ലേ? DMKയുടെ കൂടെ പോയാൽ അതാണ് അവസ്ഥ. അതിൽ ഒരിക്കലും അവിടെ സഖ്യം അവർ തമ്മിൽ ഉണ്ടാകത്തില്ല, അത് 101% ഉറപ്പാണ്. ഉം, പിന്നെ ഞാൻ ഉം, പറഞ്ഞില്ലേ, ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. ഏതാ? ഉം, ഒരു തട്ടിമുട്ടി പോകുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. പ്രതിപക്ഷത്താണോ ഉം, എന്ന് ഉം, വെച്ചാൽ അല്ല, ഭരണപക്ഷത്താണോ എന്ന് വെച്ചാൽ അവിടെയും അല്ല, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, ഉം, എന്നാൽ ഇങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. അതാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന ലൈൻ. ഉം, ഉം, ഉം. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് തന്റെ തമിഴക വെട്ടിക്കഴകം എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. അതിനുശേഷം 2026 മുന്നിട്ട് ആ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യത്തെ ചുവടുവയ്പ് എന്ന നിലയിലാണ് ഈ പതാകയുടെ അനാച്ഛാദനം പല ആൾക്കാരും നോക്കിക്കാണുന്നത്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ BJPക്ക് എന്ത് സംഭവിക്കും? സ്റ്റാലിന്റെ ചങ്കിടിക്കുമോ? ഉദയനിധി സ്റ്റാലിൻ വാഴുമോ വീഴുമോ? അല്ലെങ്കിൽ വിജയ് തന്നെ സിനിമയെല്ലാം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് രാഷ്ട്രീയത്തിൽ ശോഭിക്കുമോ? അല്ലെങ്കിൽ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ള ചർച്ചകളൊക്കെ ഇനിയും നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതിനെല്ലാം മറുപടി തരേണ്ടത് ജനങ്ങളാണ്. 2026 തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാം. തെരഞ്ഞെടുപ്പിൽ വിജയ് വാഴുമോ വീഴുമോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വിജയ് വാഴുന്നെങ്കിൽ വിജയ് തളപതിയിൽ നിന്ന് തലൈവരിലേക്ക് ഉയരും. വിജയ് വീഴുകയാണെങ്കിൽ വീണ്ടും വിജയ് തിരിച്ച് സിനിമയിലേക്ക് വരും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെ വരാതിരുന്നു കഴിഞ്ഞാൽ പവൻ കല്യാണിനെ പോലെ ഒരു 10-20 കൊല്ലം രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിച്ചു ഉയർന്നു വരേണ്ട ഒരു വലിയ ചുമതല വിജയ്ക്ക് ഉണ്ടാകും. പക്ഷെ ആ സമയം വിജയ്ക്ക് തന്റെ സ്റ്റാർഡം എന്ന് പറയുന്ന ഭാരം ഉണ്ടാകില്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.